ഗൈസ്, നമ്മളിതാ ഡേ 1 ആണ് ഇന്ന്. നമ്മൾ കൂർഗിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ വയനാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്താ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രയൊക്കെ വളരെ നന്നായിരുന്നു. ഇവിടുന്ന് നേരെ നമ്മൾ കൂർഗിലോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കൂർഗിലെത്തി. ഇനി നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി തിരിച്ചിറങ്ങും. നമ്മളിതാ കൂർഗിലൊക്കെ എത്തി, ഫ്രഷപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു ബുദ്ധിസ്റ്റ് കോവിലാണ്. അവിടെ വന്നിട്ട് ഫുള്ള് മറ്റേ ലാമാസിനെയൊക്കെ നമ്മൾ നിറയെ കണ്ടു. പക്ഷെ അങ്ങോട്ടൊന്നും അധികം ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഉച്ചത്തെ ലഞ്ചാണ്. നമ്മൾ ബിരിയാണിയും ചിക്കൻ കറി അതൊക്കെയാണ് കഴിച്ചത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. കഴിച്ചു. നല്ല ഫുഡാണ് ഗൈസ്. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നേരെ നമ്മൾ ബാംബു ഫോറസ്റ്റിലായിട്ടാണ് പോയത്. അവിടെ കണ്ട തൂക്കുപാലമൊക്കെ ഉണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്. അതുവഴി നമ്മൾ ഭയങ്കര ഒരു സാഹസികമായ യാത്രയായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ നമ്മുടെ ഗോപ്രോ ചീത്തയായി. പോകുന്ന വഴിക്ക് അതും കൊണ്ട് വരുവാണ് അർജുൻ്റെ കൊടുക്കാൻ. പിന്നെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ പോയപ്പോൾ ഒരു നമ്മുടെ മറ്റേ ഭീമ ജ്വല്ലറിയുടെ പോലത്തെ ഒരു മനുഷ്യനെ കണ്ടു. അത് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് അതിനെപ്പറ്റി പറഞ്ഞു. നമ്മുടെ ബാംബു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റായിട്ട് നിറയെ സ്പേസ് ഉണ്ട്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നമ്മൾ നിറയെ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് വാരിക്കൂട്ടി. ബാംബു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിറയെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലത്തെ കുറേ സ്റ്റാച്യൂസൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ പയ്യെ നടക്കുകയായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആവുമല്ലോ ഈ നടത്തമൊക്കെ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ സിപ്പ് ലൈൻ. ഇവിടുത്തെ സിപ്പ് ലൈനിൽ അധികം ആരും കയറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ റേറ്റ് ഒന്നും ചോദിച്ചില്ല. നമ്മൾ വേറൊരിടത്ത് കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണതുകൊണ്ട് തന്നെ ഇവിടെ ആരും കയറിയില്ല. പിന്നെ നേരെ നമ്മൾ നടന്നൊരു ഗാർഡൻ പോലത്തെ സ്പേസിൽ വന്നു. അവിടെ കുറച്ച് പാർക്കും അങ്ങനത്തെ സംഭവമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സൂ ഒക്കെ ഉണ്ട്. സൂവിൽ കുറേ മാനും ഓസ്ട്രിച്ചിനെ കാണിച്ചു തരാവേ. അതിന് പിന്നെ നമ്മളൊരു റിവറിലോട്ട് പോയി അവിടോട്ട് ഇറങ്ങി. ഞാൻ മാത്രമേ നദിയിൽ ഇറങ്ങിയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അധികം എടുത്തില്ല. ഈ ഒരു വ്യൂ മാത്രമേ എടുത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ തന്നെ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ